How many two-digit numbers are there whose product of digit a prime number? മുഹമ്മദ് അബ്നാസ് ചോദ്യം വായിച്ചു. How many dude numbers are there whose product of digital prime number? ഇവിടെ ടൈപ്പ് ചെയ്തപ്പോ പറഞ്ഞെത്തിയിട്ടുണ്ട് ഹൗ മെനി ടു ഡിജിറ്റ് എന്നാക്കുക. ഹൗ മെനി ടു ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ ഹൂസ് പ്രൊഡക്റ്റ് ഓഫ് ഡിജിറ്റ് എ പ്രൈം നമ്പർ. ഡിജിറ്റൽ എന്നല്ല ഡിജിറ്റ്. ഇതിന്റെ മലയാളം ഞാൻ പറയാം. അക്കങ്ങളുടെ ഗുണനഫലം അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യസംഖ്യകളാകുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? ദയപ്രിയ ഒന്ന് ഇംഗ്ലീഷും മലയാളവും ചോദ്യം വെച്ചേ. How many two-digit numbers are there whose product of digit prime numbers? അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളാകുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ട്? അക്കങ്ങളുടെ ഗുണനഫലം അക്കങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാൽ രണ്ടക്ക സംഖ്യ എടുത്ത് അതിന്റെ അക്കങ്ങൾ ഗുണിച്ചു കഴിഞ്ഞാൽ അഭാജ്യ സംഖ്യകൾ കിട്ടുന്ന എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് ചോദ്യം. കുട്ടികൾക്ക് കമന്റ് ചെയ്യാം. കമന്റ് ചെയ്ത ഉത്തരം ഏതൊക്കെയാന്ന് നോക്കിയിട്ട് ദയപ്രിയക്ക് വായിക്കാം. കുട്ടികൾ ആരെങ്കിലും കമന്റ് ചെയ്ത് നോക്കൂ, എത്ര രണ്ടക്ക സംഖ്യകൾ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളാവുന്നു. മുഹമ്മദ് അഫ്നാസ് ഒരു രണ്ടക്ക സംഖ്യ പറയൂ. രണ്ടക്ക സംഖ്യയാണ്. 12. ശരിയാണ്. 12 എന്ന രണ്ടക്ക സംഖ്യയിലെ അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചാൽ 2 എന്ന അഭാജ്യ സംഖ്യ കിട്ടുന്നു. 12 എന്ന രണ്ടക്ക സംഖ്യ തിരിച്ചിട്ടാൽ കിട്ടുന്ന 21 തമ്മിൽ ഗുണിച്ചാലും 2 എന്ന അഭാജ്യ സംഖ്യ കിട്ടുന്നു. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം അത് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇത് കണ്ടുപിടിക്കാനുള്ള എളുപ്പമാർഗം എന്ത്? അതാണല്ലോ നമ്മുടെ വഴി. അത് നിങ്ങൾ എന്ത് ചെയ്യാന്നറിയാൻ, രണ്ടക്ക സംഖ്യയില് ആദ്യത്തെ ഒരു സംഖ്യ 1 എഴുതുക. പിന്നീട് നിങ്ങളൊരു പ്രൈം നമ്പർ അങ്ങ് എഴുതുക. ഇപ്പൊ 12. പിന്നെ ആദ്യത്തെ 1 എഴുതി അടുത്ത പ്രൈം നമ്പർ എഴുതി 13. പിന്നെ നിങ്ങൾക്ക് 15 എഴുതാം, കാരണം 5 അഭാജ്യ സംഖ്യ 1 എഴുതി. പിന്നെ 17 എഴുതാം. പക്ഷെ ഇതിൽ 12 അഭാജ്യ സംഖ്യ അതല്ല ചോദ്യം. ഇവ തമ്മിൽ ഗുണിച്ചാൽ അഭാജ്യ സംഖ്യ കിട്ടുമോ എന്നാണ്. അപ്പൊ ഒരു അഭാജ്യ സംഖ്യയും 1 എഴുതി കഴിഞ്ഞാൽ ഇതിന്റെ പരിഹാരമായി. നിങ്ങൾക്കറിയാമല്ലോ 12 തിരിച്ചിട്ടാൽ 21 കിട്ടുമെന്ന്. ഇവ തമ്മിൽ ഗുണിച്ചാലും അഭാജ്യ സംഖ്യ കിട്ടും. അപ്പൊ അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളാവുന്ന എത്ര രണ്ടക്ക സംഖ്യകൾ ഉണ്ട് എന്നാണ് നമ്മുടെ ചോദ്യം. അങ്ങനെയുള്ള മറുപടി ഇതാണ്. 1 എന്തായാലും അവിടെ എഴുതിയിട്ട് ഒരു അഭാജ്യ സംഖ്യ കൂടി അതിന്റെ കൂടെ ചേർത്താണ് എഴുതിയാൽ മതി. അപ്പൊ 1 × 2 അഭാജ്യ സംഖ്യ, അത് തിരിച്ചിട്ടാൽ ഉണ്ടോ. അപ്പൊ 21 ഉം 12ഉം. അടുത്തത് 31 എഴുതാം. അടുത്തത് 15 തിരിച്ചിട്ടാൽ കിട്ടുന്ന 51 എഴുതാം. അടുത്തത് 17 തിരിച്ചിട്ടാൽ കിട്ടുന്ന 71 എഴുതാം. അപ്പൊ ചോദ്യത്തിന്റെ ഉത്തരമായി അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളാകുന്ന എത്ര രണ്ടക്ക സംഖ്യകളുണ്ടെന്ന് വെച്ചാൽ 1, 2, 3, 4, 5, 6, 7, 8. 8 എന്നായിരിക്കും അതിന്റെ ഉത്തരം. മറ്റുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞത് മനസ്സിലായോ? ഒന്നും കൂടെ പറയോ? ശരി, ദേവപ്രിയ അതൊന്നുകൂടി പറഞ്ഞു കൊടുക്കുമോളെ. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് രണ്ടക്ക
സംഖ്യയായിട്ട് 2 ഡിജിറ്റ് നമ്പർ ആയിട്ട് അവരുടെ അക്കങ്ങൾ തമ്മിൽ ഗുണിച്ചിട്ട് പ്രൈം നമ്പർ രണ്ട് സംഖ്യ. അപ്പം ലെഫ്റ്റ് സൈഡില് ഇട്ട് കൊടുത്തിട്ട് ബാക്കി നമുക്കറിയുന്ന പ്രൈം നമ്പേഴ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അതിന് നേരെ തിരിച്ച് പറയാം. അതായത് ഒരു പ്രൈം നമ്പറാണ് എഴുതുക. 2, 3, 5, 7 എന്ന് എഴുതുക. അതിന്റെ കൂടെ ഒന്നുകൂടി ചേർത്ത് കൊടുക്കുക. ഒന്നങ്ങ് ചേർത്ത് കൊടുക്കുക. ഇവ തമ്മിൽ ഗുണിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പ്രൈം നമ്പർ ആണല്ലോ. 1-നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3 കിട്ടും. 1-നെ 5 കൊണ്ട് ഗുണിച്ചാൽ 5 കിട്ടും. അപ്പൊ ഞാൻ അതിന്റെ എളുപ്പമാർഗം നിങ്ങൾക്ക് പറഞ്ഞു തന്നത്, ഒന്നും എഴുതുക, ഒരു പ്രൈം നമ്പറും എഴുതുക. ഒന്നും എഴുതുക, ഒരു പ്രൈം നമ്പറും എഴുതുക. ഒന്നും എഴുതുക, ഒരു പ്രൈം നമ്പറും എഴുതുക. ഒന്ന് എഴുതുക, ഒരു പ്രൈം നമ്പർ എഴുതുക. എന്നിട്ട് ഇത് 1, 2, 3, 4 സംഖ്യകളേ ഉള്ളൂ. പക്ഷെ ഇത് തിരിച്ചിട്ടാൽ നിങ്ങൾക്ക് 2 അക്ക സംഖ്യ കിട്ടുമല്ലോ. 21, അതുപോലെ 31. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥമുള്ളൂ. മുഹമ്മദ് അഫ്നാസ്, ഈ പറഞ്ഞത് മനസ്സിലായോ? യെസ് സാർ. യെസ്. ഇനി അടുത്ത ചോദ്യം ചിലപ്പോൾ പരീക്ഷത്തിൽ ഇങ്ങനെയൊക്കെ ചോദിക്കാം. അക്കങ്ങളുടെ ഗുണനഫലം അഭാജ്യ സംഖ്യകളാവുന്ന എത്ര? 3 അക്ക സംഖ്യകളുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 2 ഒന്നുകൾ എഴുതുക, ഒരു പ്രൈം നമ്പർ എഴുതുക. ഇനി 1, 1, 2 112 കൊണ്ട് നിങ്ങൾക്ക് അതിനെയും തിരിച്ചു കളിക്കാം. 211 ആക്കാം, 121 ആക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഒരു 3 അക്ക സംഖ്യ കൊണ്ട് അതിൽ 111ഉം 211ഉം 121ഉം തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ പ്രൈം നമ്പറായ 2 കിട്ടും. അപ്പൊ അടുത്ത പരീക്ഷയ്ക്ക് ചിലപ്പോൾ എത്ര 3 അക്ക സംഖ്യ ഉണ്ട്. 111 പിന്നെ 113 ഉണ്ട്, 115 ഉണ്ട്. അപ്പൊ അവിടെ നിങ്ങൾ 2 ഒന്നുകളെ എഴുതണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ക്ലിയർ ആവാത്തവരും ഉത്തരം ക്ലിയർ ആവാത്തവരും ക്ലാസ് കഴിഞ്ഞാൽ എന്നെ വിളിക്കേണ്ടതാണ്. ക്ലാസ് കഴിഞ്ഞിട്ട് വിളിക്കാം. പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്യാനൊരു ചോദ്യം എന്തായാലും ഉണ്ടാകും. അതിന്റെ മലയാളം ലഘൂകരിക്കുക എന്നാണ്, സിംപ്ലിഫൈഡ് ഫോം. അങ്ങനെ നിങ്ങൾക്ക് ഭിന്നസംഖ്യകളും അതുപോലെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷനും ഡെസിമലും ഒക്കെ ചേർത്ത് കൊണ്ട് ചോദ്യം വരാം. അത് ഇതെല്ലാം കൂടി പറ്റിയ ചോദ്യമാണ് അവർ തരിക അധികവും. ഇപ്പൊ 5/4 all raised to 2 into 5/5 all raised to 3 divided by 5/2 all raised to 2 into 5/4 all raised to 5. ഇത് ലഘൂകരിച്ചാൽ എന്ത് കിട്ടുമെന്നാണ് ചോദ്യം. കുട്ടികൾക്ക് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യാം. ഇനി ആൻസർ പറയാൻ പറ്റുന്ന കുട്ടികൾ, സ്വന്തമായിട്ടത് വിവരിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുകയും ചെയ്യാം. ഇപ്പോൾ മൈക്ക് ഓൺ ആണ്, ചെയ്തു നോക്കുക. ചെയ്യാൻ പറയാൻ പറ്റുന്ന കുട്ടികൾക്ക് വീഡിയോ ഓൺ ചെയ്തിട്ട് പറയാം. എനിക്ക് ആൻസർ അല്ല വേണ്ടത്, ആ പറയുന്ന കുട്ടിയെ കാണുകയാണ് വേണ്ടത്. ദേവപ്രിയ ഒരു കൈ നോക്കുന്നു. സാർ ചെയ്തോണ്ടിരിക്കുകയാണ്. ആരാധ്യ ഇന്നില്ല തോന്നുന്നു. ആരാധ്യയോട് ഉറങ്ങിപ്പോയി. ശരി, വേറെ ആരായിരുന്നു വന്നിരിക്കുന്നത്? നമുക്ക് മുഹമ്മദ് അഫ്നാസ് കേൾക്കാം. യെസ് സാർ. വീഡിയോ ഓൺ ചെയ്യും മകനെ. തിരുവങ്ങൂർ ഹൈസ്കൂളിലെ കുട്ടികൾ ആരെങ്കിലും ഇതിലുണ്ടോ? യെസ് സാർ. വീഡിയോ ഓൺ ചെയ്യും, കാണട്ടെ.
എന്താ വീടുകളോട്ടെ ഇല്ല. ശരി ദേവപ്രിയ, നമുക്ക് ഇത് വളരെ സിമ്പിൾ ആക്കി മാറ്റാം. അതാണല്ലോ സിംപ്ലിഫൈ. 5⁴ ഓൾ റൈസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 5⁴4 8 ബ്രാക്കറ്റിന്റെ പുറത്തുള്ള തമ്മിൽ അങ്ങ് ഗുണിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഇൻറ്റു 5⁵5നെ 3 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ് മകളെ? 15. ഡിവൈഡഡ് ബൈ 5⁵2 ഓൾ റൈസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ 5⁵2 4 മകളെ. ഇൻറ്റു 5⁴4 20 കഴിഞ്ഞു ഏകദേശം. 4ഉം 2ഉം കൂടിയാണോ ഗുണിച്ചത്? അല്ലല്ലോ, 2ഉം 2ഉം തമ്മിൽ ഗുണിച്ചു. അതായത് ഇതിന്റെ പുറത്തുള്ള തമ്മിലല്ലേ ഗുണിക്കേണ്ടത്. അതിന്റെ പുറത്തുള്ള സാധനം കൂടെ ഗുണിക്കേണ്ടത്. അതെ, നമ്മളോട് 5⁴4 ഓൾ റൈസ്റ്റ് 2 എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച പ്രത്യേക നിയമപ്രകാരം A⁻n ഓൾ റൈസ്റ്റ് n ഈസ് ഈക്വൽ ടു A⁻mn എന്ന പ്രത്യേക നിയമം മക്കൾ പഠിക്കും. കുറച്ച് അങ്ങോട്ട് എത്തിയാൽ പഠിച്ചവരുണ്ട്. അപ്പോൾ ഈ 4ഉം 2ഉം തമ്മിൽ ഗുണിക്കണം, ഈ 5ഉം 3ഉം തമ്മിൽ ഗുണിക്കണം. അങ്ങനെ ഗുണിച്ച് കിട്ടുന്നതാണ് ദേവപ്രിയ നമ്മൾ ഈ എഴുതിയിരിക്കുന്ന ഈ സാധനം. അപ്പൊ ഞാൻ ചോദ്യം അങ്ങോട്ട് മായ്ച്ചു. അത് മായ്ച്ചതിന് ശേഷം ദേവപ്രിയ മൈക്ക് മ്യൂട്ട് ചെയ്യണേ മക്കളെ. അപ്പോൾ ഇത് അങ്ങോട്ട് മായ്ച്ചു. എന്നിട്ട് ഇവിടെ വേറൊരു നിയമം കൂടി വന്നു. ഇവിടെ 5 ഇതഞ്ചാണ്, 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 ഇതഞ്ച്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ പരിഗണിക്കാം. 5⁵5 5⁵15 ഗുണിച്ചാൽ എന്താ സംഭവിക്കാൻ നിൽക്കും? അത് നിങ്ങൾ പഠിച്ച ഒന്നാമത്തെ പ്രത്യേക നിയമമാണ്. A⁻m ഇൻറ്റു A⁻n സമം A⁻m+n. ഇത് പ്ലസ് ചെയ്താൽ മതി. ഏതുപോലെ ഇപ്പൊ 2⁵3 ഇൻറ്റു 2⁵2 എന്ന് പറഞ്ഞാൽ അതെങ്ങനെ 2⁵3 + 2 5 ആകുന്നു എന്ന് നിങ്ങൾ നോക്കിക്കോളൂ. 2⁵5 എന്ന് പറഞ്ഞാൽ 2 5 പ്രാവശ്യം എഴുതി ഗുണിച്ചാൽ കിട്ടുന്ന 32 ഉത്തരം. ഇത് വേറെ തന്നെ വികസിപ്പിച്ചാൽ 32 കിട്ടും. നിങ്ങൾ നോക്കിക്കോ. 2⁵3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ഇൻറ്റു 2⁵2 എന്ന് പറഞ്ഞാൽ 2 × 2 ഇത് ചെയ്താൽ 32 കിട്ടുമല്ലോ. 2 2 4 4 2 8 8 2 16 16 2 32. അതിനാണ് നമ്മൾ ഈ 3ഉം 2ഉം കൂടി അങ്ങോട്ട് കൂട്ടുന്നത്. അതേപോലെ ദേവപ്രിയ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ 5⁵8ഉം 15ഉം തമ്മിൽ കൂട്ടണം. 8ഉം 15ഉം തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് ദേവപ്രിയ? 23. ഇത് മേലെ ഇട്ടാ മതി. ഡിവൈഡഡ് ബൈ 5⁵24. 4ഉം 20ഉം തമ്മിൽ കൂട്ടണം. 5⁴24 കിട്ടും. നമ്മൾ ഇതുവരെ വലുതെന്ന് ചെറുത് കുറച്ചുള്ള പരിചയമുള്ളൂ. ഇവിടെ 23 ചെറുതും 24 വലുതായതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. 1/5⁴1 കിട്ടും. 1/5⁴1 എന്ന് പറഞ്ഞാൽ അത് 1/5 തന്നെയാണ്. ഇനി നേരെ തിരിച്ചിട്ട് ഇങ്ങനെ വന്നിരിക്കുക. 5⁴24/5⁴23 എന്ന് തിരിഞ്ഞാണ് വന്നതെങ്കിൽ ഒരു പ്രശ്നവുമില്ല. 5⁴24 നിന്ന് 23 കുറച്ചാൽ കിട്ടുന്ന 5⁴1 5 തന്നെയാണ്. പക്ഷെ ഇത് നേരെ തിരിച്ചിട്ട് കൊണ്ട് അവിടെ 1/5 എന്നേ മനസ്സിലായോ? മറ്റുള്ള കുട്ടികൾ എന്ന് പറയും
സാർ ഒന്നും കൂടെ അവനെ ഒന്നും കൂടെ മുഹമ്മദ് അഫയാസെ കേൾക്കുന്നുണ്ടോ? Yes, sir. പറയണമെന്ന് പറയുന്നുണ്ടെങ്കിൽ കാര്യങ്ങൾ സഹായിക്കാൻ പറ്റുമോ? Yes. പറഞ്ഞു. 5⁴ all raised to 2 into 5⁵ all raised to 3, 5⁵ divided by 5⁵ all raised to 2 into 5⁴ all raised to 5. 4 into 2 8. ഒരു മിനിറ്റ് പോലെ ഒരു മിനിറ്റ് ഞാൻ ചോദ്യം ഒന്ന് എഴുതിക്കൊണ്ട് കുട്ടികൾക്ക് ചിലപ്പോൾ അതായിരിക്കും പ്രശ്നം. ചോദ്യം നിങ്ങളൊന്ന് എഴുതിയെടുക്കണേ, മറ്റെല്ലാവരും നടക്കൂലേ. ശരി, ഞാൻ ആ ചോദ്യം ഒന്നുകൂടി എഴുതിത്തരാം, എന്നാലും വേഗം മനസ്സിലാക്കും. നിങ്ങൾ ഒന്നുകൂടി വീഡിയോ കാണാത്തതുകൊണ്ടാണ് അതായി പ്രശ്നം പറ്റുന്നത്. 5⁴ all raised to 2 into 5⁵ all raised to 3-നെ 5⁵2 all raised to 2 into 5⁴ all raised to 5 സിംപ്ലിഫൈ ചെയ്താൽ എത്രയാണ് ചോദ്യം. അതിന് ആദ്യത്തെ ജോലി ഈ ബ്രാക്കറ്റിന് പുറത്തുള്ളതും 5⁴ 4-നെ 2 കൊണ്ട് ഗുണിക്കലാണ്. അപ്പൊ നമുക്ക് 5⁴ 8 കിട്ടും. ഇൻറ്റു 5⁵3 5 15 കിട്ടും. ഡിവൈഡഡ് ബൈ 5⁵2 all raised to 2 2 into 2 4 ഇൻറ്റു 5⁴4 5 20 ഇതിനെന്താ പ്രശ്നം? ഇനി അടുത്ത ജോലി ഈ 15ഉം 8ഉം തമ്മിൽ കൂട്ടലാണ്. അപ്പൊ 15 8ഉം കൂട്ടിയാൽ 23 കിട്ടും. 23 ബൈ മറ്റത് 5⁴24 കിട്ടും. ഇനി 24 23 കുറയ്ക്കുകയാണെങ്കിൽ പ്രശ്നമില്ലായിരുന്നു. ഇനി 23 24 കുറയ്ക്കുന്നെങ്കിൽ മൈനസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫ്രാക്ഷൻ എഴുതുമ്പോൾ 1/5⁴ 24 1 കുറച്ചാൽ 23 കുറച്ചാൽ 1 5⁴1. ഈ 5⁴1 എന്ന് പറഞ്ഞാൽ 5 തന്നെയാണ്. അപ്പോ 1/5 കിട്ടും. ഇപ്പൊ മനസ്സിലാകുന്നുണ്ടോ? Yes. വീണ്ടും ചെയ്ത് മാത്രമേ നമുക്ക് സംഖ്യകളുടെ തുക കാണുന്ന ചോദ്യം വരാറുണ്ട് സാധാരണ. ഓക്കെ, നമുക്ക് ചോദ്യം നോക്കണ്ട. What is the sum of all odd numbers between 100 and 200? ആ ചോദ്യം ഒന്ന് വായിച്ച മോളെ. What is the sum of all odd number between 100 and 200? ഇതിന്റെ മലയാളം ഇതാണ്: 100-നും 200-നും ഇടയിലുള്ള എല്ലാ ഒറ്റ സംഖ്യകളുടെയും ഓഡ് നമ്പറിന് ഓൾഡ് അല്ല ആണ് എന്തൊക്കെയോ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഓഡ് നമ്പേഴ്സ് 100-നും 200-നും ഇടയിലുള്ള എല്ലാ ഒറ്റ സംഖ്യകളുടെയും തുക എത്ര? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. ആദ്യത്തെ ഒറ്റ സംഖ്യ 100-ന്റെ തൊട്ടടുത്തുള്ള 101. 200 താഴെയുള്ള അവസാനത്തെ ഒറ്റ സംഖ്യ 199 അല്ലേ ദേവപ്രിയ? Yes, sir. ആണ്. ഇനി പ്രശ്നമൊന്നുമില്ല. അടുത്ത ജോലി ഈ 101-ഉം 199 തമ്മിൽ കൂട്ടുകയാണ്. എത്രയാ മോളെ ഇത് നമുക്ക് കൂട്ടിയാ കിട്ടുക? 300.
300 അത് അടുക്കെടുക്കട്ടെ. അതിന്റെ ഇടക്ക് 100 മുതൽ 200 വരെ അല്ലെങ്കിൽ 101 മുതൽ 199 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് എന്ന് നോക്കണം. എത്ര ഉണ്ടാവും? 180. ഇതൊക്കെ ഉണ്ടാവുമോ? 100 മുതൽ 200 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന് ചോദിച്ചാൽ 50 ഉണ്ടാവും. 100 മുതൽ 200 വരെ മൊത്തം എത്ര സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ 101 മുതൽ 190 വരെ മൊത്തം എത്ര സംഖ്യ ഉണ്ടെന്ന് വെച്ചാൽ 100 ഉണ്ടാവുമെങ്കിലും അതിൽ ഒറ്റ സംഖ്യകൾ 50ഉം ഇരട്ട സംഖ്യകൾ 50 അല്ലേ ഉണ്ടാവുക ദേവപ്രിയ? ആ, അപ്പൊ 50 ഒറ്റ സംഖ്യകളാണ്. നിങ്ങൾ എണ്ണത്തേക്ക് മൊത്തമല്ല ചോദിച്ചത്, 50 ഒറ്റ സംഖ്യ. ആ 50 കിട്ടിക്കഴിഞ്ഞാൽ 50നെ പകുതിയാക്കുക, എന്നിട്ട് ഈ 300 കൊണ്ട് ഗുണിക്കുക. ഈ 300 നമുക്ക് എങ്ങനെയാണ് കിട്ടിയത് ദേവപ്രിയ? 300 ആദ്യത്തെ ഒറ്റ സംഖ്യയും 100ന് ഇടയിലുള്ള ആദ്യത്തെ ഒറ്റ സംഖ്യ അവസാനത്തെ ഒറ്റ സംഖ്യയും കിട്ടി. അപ്പോ ഇനി 2 വഴി ചെയ്യാം. ഒന്നുകിൽ 50നെ പകുതിയാക്കിയാൽ കിട്ടുന്ന 25നെ 300 കൊണ്ട് ഒറ്റ ഗുണിക്കരുത്. 25നെ 300 കൊണ്ട് ഗുണിക്കാൻ എളുപ്പമാണ്. 25നെ 3 കൊണ്ട് ഗുണിക്കുക ആദ്യം. 25നെ 3 കൊണ്ട് ഗുണിച്ച എത്ര ദേവപ്രിയ? 75ന്റെ കൂടെ 2 0 ചേർന്ന സംഖ്യ 7500 ആയിരിക്കും ഉത്തരം. പല കുട്ടികൾ 27500 എന്നൊക്കെ എഴുതിയൊക്കെ എനിക്ക് മനസ്സിലാക്കി അവര് ഈ 50 ഒറ്റ സംഖ്യക്ക് പകരം 100 ഒറ്റ സംഖ്യ എടുത്തിട്ടുണ്ട്. അതാണ് പറ്റിയത്. ഈ 7500 കിട്ടിയത് മനസ്സിലായവർക്ക് ഒന്നിച്ച് യെസ് എന്ന് പറയാം. സാറാ 50 എവിടുന്നാ വന്നേ? ആ, അടുത്ത ചോദ്യം ചോദിച്ചത് ആ 50 എങ്ങനെയാ വന്നതെന്നാണ്. വല്ലാത്ത ചോദ്യം. മോനെ 50 വരാനുള്ള കാരണം 101 മുതൽ 199 വരെ നിങ്ങളോട് എത്ര സംഖ്യ ഉണ്ടെന്നല്ലേ ചോദിച്ചത്, എത്ര ഒറ്റ സംഖ്യ ഉണ്ടെന്ന്. ആ 50 എങ്ങനെയാ വന്നതെന്നുള്ള കുട്ടിയോട് എന്റെ ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിന് മറുപടി ആ കുട്ടി പറയണം, തയ്യാറാവണം. മോനെ 1 മുതൽ 9 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട്? ആ കുട്ടി മിണ്ടലില്ല. ദേവപ്രിയ പറയൂ, 1 മുതൽ 9 വരെ എത്ര ഒറ്റ സംഖ്യയുണ്ട്? 5. 1 മുതൽ 9 വരെ എത്ര ഒറ്റ സംഖ്യയുടെ നോക്കിയില്ലോ? 1 മുതൽ 9 വരെ എത്ര ഒറ്റ സംഖ്യയുണ്ട്? എന്തൊരു സങ്കടം നിങ്ങൾ, എന്തൊരു സങ്കടമായിട്ട്. 3, 5, 7, 9 എട്ടാം ക്ലാസ് എത്തിയിട്ട് 9ാം ക്ലാസ് എത്തി, 10ാം ക്ലാസ് 7ാം ക്ലാസ് എത്തിച്ച് ഇതെന്താ പറയുന്നതാ? 1 മുതൽ 9 വരെ 1, 2, 3, 4, 5 ഒറ്റ സംഖ്യകളേ ഉള്ളൂ. 2 മുതൽ 10 വരെ എത്ര ഇരട്ട സംഖ്യകളുണ്ട് ദേവപ്രിയ? ഈവൻ നമ്പേഴ്സ്. 5. അതും 5 ആണ്. പറഞ്ഞോളൂ മോളെ, മൈക്ക് പഠിച്ചത്. അതും 5 ആണ്. അങ്ങനെ 5, 5, 10 എണ്ണ സംഖ്യകളാണ് മൊത്തം ഉള്ളത്. ഇനി നിങ്ങളോട് 1 മുതൽ 19 വരെ എത്ര ഒറ്റ സംഖ്യ ഉണ്ട് എന്ന് ചോദിച്ചാൽ എല്ലാ കുട്ടികളുടെയും മറുപടി ഒന്നിച്ച് പറയൂ. 1 മുതൽ 19 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? എളുപ്പമാർഗം പറയാം. 19ന്റെ കൂടെ 1 കൂട്ടുക, 20. 20ന്റെ പകുതി ഒറ്റ സംഖ്യകൾ 10 എണ്ണം. 1 മുതൽ 99 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? എല്ലാവരും ഒറ്റ സംഖ്യ പറയും. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാർഗം 99ന്റെ കൂടെ 1 കൂട്ടുക, 100. ആ 100നെ പകുതിയാക്കുക. ഇതെല്ലാം നിങ്ങൾ 4ാം ക്ലാസ് പഠിച്ചു വന്നതാണെന്നാണ് എന്റെ വിശ്വാസം. എന്നിട്ട് ഇപ്പൊ ഇവിടെ എത്തിയപ്പോ 9 എന്നൊക്കെ പറഞ്ഞു.
താരല്ല അടുത്തതിലേക്ക് പോകും. അപ്പൊ അത് മാറും. പക്ഷെ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം ഇതൊന്നും എനിക്കറിയാം. ഇത് നല്ലൊരു ചോദ്യം. What is the sum of 100 odd numbers starting from 21? ചോദ്യം വായിച്ചു. ചോദ്യം വായിച്ച ദേവപ്രിയ അനങ്ങളുടെ പുത്രിക്കല്ലേ ഉള്ളേ. What is the sum of 100 odd numbers starting from 21? അതിന്റെ മലയാളം ഇതാണ്: 21 മുതൽ 100 ഒറ്റ സംഖ്യയുടെ തുക എത്ര? ആൻസർ കിട്ടിയവർക്ക് കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഉത്തരം അറിയാവുന്നവർക്ക് വിളിച്ചും പറയാം. എന്തായി പറയുന്നത്? 30 എന്നൊക്കെ ടൈപ്പ് ചെയ്തിട്ട് എന്തൊരു സ്വീപ്പാക്കലായത്. തലശ്ശേരി ഇതാ വരുന്ന 30. തലശ്ശേരി മേജിക്ക് 30 ഒക്കെ ആയിരിക്കും. അതെങ്ങനെ സാധിക്കും? 21, 23, 25, 23, 23, 25, 27 ഇതെല്ലാം 21 മുതൽ തുടങ്ങുന്ന ഒറ്റസംഖ്യകളാണ്. ഇതിൽ ഒന്നാമത്തെ ഞാൻ പറഞ്ഞ 21 മുതലാണ് തുടങ്ങുന്നതെങ്കിൽ അങ്ങനെ 219 വരെയുള്ള 100 ഒറ്റസംഖ്യകൾ 21 മുതൽ കൂട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാ ദേവപ്രിയ കുട്ടികൾ ടൈപ്പ് ചെയ്ത 30 ഒക്കെ വരിക? എന്തൊരർത്ഥത്തിലാണ് അവർ ടൈപ്പ് ചെയ്തത്? എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഒരു ആയിരക്കണക്കിന് ചോദ്യ ഉത്തരം ഇരിക്കട്ടെ, വലിയൊരു സുഖമാണ്. കണ്ട 51 ഒക്കെ രീതി. ഈ 21, 23, 25, 27 അങ്ങനെ 29 എല്ലാം കൂട്ടിക്കഴിഞ്ഞിട്ട് 219 വരെ കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരത്തെയാണ് 24,000. സാറേ 12,000 ആ 12,000. 12,000 12,000. ഞാൻ അതിന് പറയുന്ന ഒരു എളുപ്പമാർഗം ഈ 21 തിരിച്ചങ്ങിട്ടേക്ക. 21 തിരിച്ചിട്ട് 12 കിട്ടും. അതിന്റെ കൂടെ 3 0 ചേർത്താൽ മതി എന്ന് പറയുന്ന ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞത്. 21, 31 ഒക്കെ ചോദിച്ചാൽ മാത്രമേ നടക്കൂ. എല്ലാത്തിനൊന്നും ബാധകമല്ല. പക്ഷേ ഇത് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാന്ന് നോക്കിക്കോളുക. അതാണ് ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത്. നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് 21 മുതൽ 100 ഒറ്റസംഖ്യകളുടെ തുക എത്ര എന്നാണ്. അപ്പൊ നിങ്ങൾക്ക് ആ 100ാമത്തെ ഒറ്റസംഖ്യ 21 മുതൽ സ്റ്റാർട്ട് ചെയ്ത് പോയെങ്കിൽ 100ാമത്തെ ഒറ്റസംഖ്യ ഇപ്പൊ 1 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ 100ാമത്തെ ഒറ്റസംഖ്യ 199. അപ്പൊ ഇവിടെ നമുക്ക് 21 മുതൽ 100 ഒറ്റസംഖ്യയുടെ തുക കാണാൻ ചോദിച്ചു കഴിഞ്ഞാല് അവിടെ ആ 100ാമത്തെ ഒറ്റസംഖ്യ 219 മാറും. നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് കണക്കൂട്ടിലേക്കാണ്. 21 ആദ്യത്തെ സംഖ്യയും 219 അവസാനത്തെ സംഖ്യയും തമ്മിൽ കൂട്ടിയാൽ എത്രയാണ് ദേവപ്രിയ? 240. ഈ 219 എങ്ങനെയാ കിട്ടുന്നത്? നിങ്ങൾ തന്നെ കൂട്ടിയാൽ മതി. 1 മുതലാണ് തുടങ്ങുന്നെങ്കിൽ 199 അവസാനിക്കും. ഇത് 21 മുതൽ തുടങ്ങിയോണ്ടാണ് 20 അങ്ങോട്ട് കൂടിയത്. അപ്പൊ 240 കിട്ടി. ഇനി പ്രശ്നമൊന്നുമില്ല. നിങ്ങളോട് 100 എണ്ണമാണ് ചോദ്യത്തിൽ തന്നത്. 100/2 ചെയ്തിട്ട് 240 കൊണ്ട് ഒറ്റ ഗുണിക്കൽ. 100/2 എന്ന് പറഞ്ഞാൽ 50ആണ്. 50നെ 240 കൊണ്ട് മനസ്സിന് ഗുണിക്കാനുള്ള മാർഗം 50 അങ്ങ് 100 ആക്കുക, 240 അങ്ങ് പകുതിയാക്കുക, 120. ഒരു സംഖ്യയെ 120നെ 100 കൊണ്ട് ഗുണിക്കാൻ 120ന്റെ കൂടെ 2 0 അങ്ങ് ചേർത്താൽ മതി. 100 കൊണ്ട് ഗുണിക്കുമ്പോൾ 120നെ 300 കൊണ്ട് ഗുണിക്കുമ്പോൾ 120 കൂടെ 2 0. ഇത് എത്രയാണ് മക്കളെ വായിക്കുക?
12,000. 12,000 നമ്മുടെ ഉത്തരം. ഇത്തരം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി വേറൊരു മാർക്ക് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇനി ഇത് നിങ്ങൾക്ക് ദേശിക്കില്ലെങ്കിൽ ആദ്യത്തെ എളുപ്പമാർഗം ഞാൻ പറഞ്ഞത് 21 തിരിച്ചിട്ടിട്ട് 12 ആക്കുക, 3 0 ചേർക്കുക എന്നുള്ള എളുപ്പമാർഗം ഞാൻ പറഞ്ഞത്. അതിന് സെക്കൻഡുകളെ വേണം. രണ്ടാമത്തെ മാർഗം ഞാൻ പറഞ്ഞത് 21 എടുത്ത് 219 എടുത്ത്. ഇനി 219 എങ്ങനെയാ കിട്ടിയതില്ല നിങ്ങൾക്ക് അറിഞ്ഞൂടാന്നുണ്ടാകുന്ന പ്രശ്നം പറഞ്ഞു. ഇത് തമ്മിൽ കൂട്ടിയിട്ട് 100ന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ മതി. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം പറഞ്ഞുതരാം, അതും ശ്രദ്ധിച്ചു. നിങ്ങളോട് ചോദിച്ചത് 21 മുതൽ 100 ഒറ്റ സംഖ്യകളുടെ തുകയാണ് ചോദിച്ചത്. 21 മുതൽ 100 ഒറ്റ സംഖ്യകളുടെ തുക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? 1 മുതൽ 19 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട് അത് പറയൂ മക്കളെ. 10. അപ്പൊ 10 ഒറ്റ സംഖ്യകൾ 1 മുതൽ 19 വരെയും 100 ഒറ്റ സംഖ്യകൾ നിങ്ങളെ ചോദ്യത്തിൽ തന്നും കൂടി കൂട്ടിയാല് 110 ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ 110ന്റെ സ്ക്വയർ ആയിരിക്കും. അത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയില്ല. 1 മുതൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യകൾ ഇപ്പൊ 2 ഉണ്ടെങ്കിൽ 2ന്റെ സ്ക്വയർ ആയ 4 ആയിരിക്കും ഉത്തരം. 1 മുതൽ തുടങ്ങുന്ന തുടർച്ചയായ ഒറ്റ സംഖ്യകൾ 3 ഉണ്ടെങ്കിൽ 1 3 5 ഉണ്ടെങ്കിൽ 3ന്റെ സ്ക്വയർ ആയ 9 ആയിരിക്കും ഉത്തരം. 1 മുതൽ 9 വരെ നിങ്ങൾക്കറിയാം 5 ഒറ്റ സംഖ്യകളാണ് ഉള്ളതെങ്കിൽ ആ 5ന്റെ സ്ക്വയർ ആയ 25 ആയിരിക്കും ഉത്തരം. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 1 3 5 7 9 കൂട്ടിയാൽ നിങ്ങൾക്ക് 5 എണ്ണത്തിന്റെ സ്ക്വയർ ആയ 25 കിട്ടും. 9 7 16 5 24 21 9 7 16 5 21 3 24 25 റെഡിയാണ്. ഇനി നിങ്ങളോട് ഞാൻ ചോദിച്ചത് 21 മുതൽ തുടങ്ങുന്ന 100 ഒറ്റ സംഖ്യ ആണെങ്കിൽ നിങ്ങൾ 1 മുതൽ 19 വരെയുള്ള 10 ഒറ്റ സംഖ്യകൾ നിങ്ങളെ വക തൽക്കാലം കൂട്ടിയിട്ടിട്ട് ക്രിയ അങ്ങ് ചെയ്തു കൊടുക്കുക. അപ്പൊ 110 ഒറ്റ സംഖ്യയുടെ തുക കാണാൻ 110ന്റെ സ്ക്വയർ ആയ 11ന്റെ സ്ക്വയർ ആയ 121ന്റെ കൂടെ 2 0 ചേർന്ന സംഖ്യയാണ്. അത് 12,200 പക്ഷെ നിങ്ങൾ ഇവിടെ ഒരു സംഭവം എക്സസൈസ് എടുത്തിട്ടുണ്ട്. 10 ഒറ്റ സംഖ്യയുടെ കൂടി ഇതിൽ പെട്ടുപോയിട്ടുണ്ട്. 12,100 10 ഒറ്റ സംഖ്യയുടെ തുക കണ്ടിട്ടുണ്ടെങ്കിൽ ആ 10 ഒറ്റ സംഖ്യയുടെ തുകയായ 10ന്റെ സ്ക്വയർ ഈ 12,100 അങ്ങോട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്ന 12,000 ആയിരിക്കും ദേവപ്രിയ നമ്മുടെ ഉത്തരം. മനസ്സിലായോ? മനസ്സിലാകാത്ത കുട്ടികളുടെ ഇപ്പൊ പറയാം. ഒന്നുകൂടി പറയൂ. അവർക്ക് വ്യക്തമാക്കി കൊടുക്കൂ ദേവപ്രിയ. അല്ലെങ്കിൽ ഈ കൂട്ടത്തിൽ വേറെ ഏതെങ്കിലും കുറിച്ച് നല്ല മൈക്കൊക്കെ നല്ല ക്ലിയർ ഉള്ള നെറ്റ് ക്ലിയർ ഉള്ള കുട്ടികളുണ്ടോ? ഇതൊന്ന് പറഞ്ഞു തരാൻ. മനസ്സിലായില്ല എന്ന് പറയുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ആരെങ്കിലും മനസ്സിലായിട്ടിന്റെ പറയണ്ട. മനസ്സിലാകാതെ 110 എങ്ങനെയാ കിട്ടുന്നത്? 110 എങ്ങനെയാ കിട്ടിയെന്നാല് 100 എണ്ണം ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. 1 മുതൽ 19 വരെയുള്ള 10 ഒറ്റ സംഖ്യയിൽ നമ്മൾ കൂട്ടിയിട്ടപ്പോ 100 110 കൂടി കൂട്ടിയാൽ 110. ഇപ്പൊ മനസ്സിലായോ? ഫെർമിൻ ജോസ് വന്നു. ഫെർമിൻ ജോസ് ഇനി എവിടെയായോ സാർ? എനിക്ക് ആക്ച്വലി മനസ്സിലായില്ലായിരുന്നു. എനിക്ക് മനസ്സിലായില്ലായിരുന്നു. എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ പ്രിയ മറ്റേ വഴി വന്ന വയ്യോ? ഓ നോക്കുക. എന്നാ പിന്നെ ഒന്നുകൂടി പറയാം. അവിടെ ശ്രദ്ധിച്ചോളെ, ഒന്നുകൂടി ശ്രദ്ധിച്ചോ. നിങ്ങളോടുള്ള ചോദ്യം ദേശം കടുപ്പുള്ള ചോദ്യം എന്നാണ് എനിക്ക് തോന്നുന്നതല്ല. നിങ്ങളോടുള്ള ചോദ്യം 21 മുതൽ 100 എണ്ണം ഒറ്റ സംഖ്യയുടെ തുകയാണ് ചോദിച്ചത്. ഇനി ഒന്ന് മൂളിക്കോളെ വർമ്മി ജോസെ, മൂളിക്കോളെ വർമ്മി ജോസെ, അറിയാവുന്ന മൂളിക്കോ. ചോദ്യം എന്താണ് വർമ്മി ജോസ്? 21 മുതൽ 100 എണ്ണം ഒറ്റ സംഖ്യയാണ്. 23 പ്ലസ് 25 പ്ലസ്
അങ്ങനെ പോയിട്ട് മൈക്ക് മ്യൂട്ട് ചെയ്യണം. ചില കുട്ടികൾ വെറുതെ മൈക്ക് ഓൺ ചെയ്തിട്ട് അങ്ങനെ പോയിട്ട് 219 വരെ കൂട്ടിയാൽ എത്ര എന്നാണ് ചോദ്യം. ഇതെങ്ങനെയാണ് എനിക്ക് 219 അവസാനത്തെ 100ാമത്തെ ഒറ്റസംഖ്യ കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മൾ 1 മുതലല്ല തുടങ്ങിയത്, 21 മുതലാണ്. അപ്പൊ ഇത് ഒരു മാർഗം ഇതാണ്. 21 എന്ന 1ാമത്തെ ഒറ്റസംഖ്യയും 219 എന്ന 100ാമത്തെ ഒറ്റസംഖ്യയും നമ്മൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? ഫർമിൻ ജോസ്? 240. അത് റെഡിയാണ്. ആ 240-നെ 100/2 കൊണ്ട് കുടിക്കണം. 100/2 എന്ന് പറഞ്ഞാൽ 100 ഒറ്റ സംഖ്യകൾ. അപ്പൊ 100/2 എടുക്കുക. 100/2 എന്ന് പറഞ്ഞാൽ 50 ആണ്. 50-നെ 240 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നത് 12,000 ആണ്. ഇതാണ് ഒരു മാർഗം. ജോസിന് മനസ്സിലായോ? സാർ പക്ഷെ 219 എങ്ങനെ കിട്ടി? 219 കിട്ടണമെങ്കിൽ വീട്ടിൽ ഇരുന്നിട്ട് 10 വിരലിങ്ങനെ എടുക്കുക. എന്നിട്ട് 21 ഒന്നാമത്തെ സംഖ്യ, 23 രണ്ടാമത്തെ സംഖ്യ, 25 മൂന്നാമത്തെ സംഖ്യ, 27 അടുത്തടുത്ത സംഖ്യ. അതിനുള്ള മാർഗം എന്താന്ന് പറഞ്ഞാല് 1 മുതൽ 1 കഴിഞ്ഞാൽ 3 അടുത്തൊറ്റ സംഖ്യ. 1 മുതൽ 100ാമത്തെ ഒറ്റ സംഖ്യ ഏതാ ഫർമിൻ ജോസ്? ക്ലിയർ ആവുന്നില്ല. 1 മുതൽ തുടങ്ങി 1 മുതൽ തുടങ്ങിയിട്ട് 10ാമത്തെ തുടങ്ങിയിട്ട് 10ാമത്തെ സംഖ്യ ഏതാ? 19. 1 മുതൽ തുടങ്ങിയ 100ാമത്തെ സംഖ്യ 1 മുതൽ 100ാമത്തെ സംഖ്യ ഏതാ? 299 അല്ലേ? സോറി 199. 21 മുതൽ തുടങ്ങിയ 100ാമത്തെ സംഖ്യ 219. അതാണ് 219. അതൊരു മാർഗം. ഇനി അതറിയില്ലെങ്കിൽ അടുത്ത മാർഗം പറയാം. നിങ്ങളോട് ചോദിച്ചത് 21 മുതൽ 100 എണ്ണം ഒറ്റ സംഖ്യകളുടെ തുകയാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാല് ഈ 1 മുതൽ തുടങ്ങുന്ന ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ നിങ്ങൾ 1 മുതൽ 19 വരെയുള്ള 10 ഒറ്റ സംഖ്യകൾ നിങ്ങളുടെ വക തൽക്കാലം ക്രിയ ചെയ്യാൻ വേണ്ടി കൂട്ടിയിട്ട് എന്നിട്ട് 21 മുതൽ 100 ഒറ്റ സംഖ്യകളുടെ തുക ചോദ്യത്തിൽ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 100 10 പിടുത്തതും 100 പിടുത്തതും എടുത്തിട്ട് മൊത്തം 1 മുതൽ തുടങ്ങുന്ന 110 ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ 110 സ്ക്വയർ ചെയ്താൽ മതി. 110 സ്ക്വയർ ചെയ്യാൻ എളുപ്പമാകും. 11 × 11 121 ചെയ്തിട്ട് 2 0 അങ്ങോട്ട് ഇട്ട് കൊടുക്കലാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ചോദ്യത്തിൽ ആദ്യത്തെ 10 ഒറ്റ സംഖ്യകൾ ചോദിച്ചിട്ടില്ല. ആദ്യത്തെ 10 ഒറ്റ സംഖ്യയുടെ തുക കാണാൻ 10ന്റെ സ്ക്വയർ ആണ്. ആ 10ന്റെ സ്ക്വയറായ 100 ഈ 12,100 കുടുങ്ങിപ്പോയിട്ടുണ്ട്. ആ കുടുങ്ങിയ ഇതിൽ നമുക്ക് മൈനസ് ചെയ്താൽ കിട്ടുന്ന 12,000 ഉത്തരം കിട്ടും. ഇപ്പൊ മനസ്സിലായോ? അടുത്ത വഴി സെക്കൻഡിൽ കൊണ്ട് ഉത്തരം പറയുന്ന അടുത്ത വഴിയാണ്. നിങ്ങളോട് ചോദിച്ചത് 21 മുതൽ തുടങ്ങുന്ന 100 ഒറ്റ സംഖ്യയുടെ തുകയാണ് ചോദിച്ചെങ്കിൽ 21, 31, 11, 51 ഒക്കെ ചോദിച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 21 തിരിച്ചങ്ങിടുക 12 എന്ന് വെച്ചാൽ അതിന്റെ കൂടെ 3 0 കിട്ടുക. ഒന്നുമില്ല, ഉത്തരം കിട്ടി 12. അത് ഒരു എളുപ്പമാർഗമാണ്. മനസ്സിലായോ? Yes, sir. Yes, sir. Yes, sir. No, sir. സ്വീകരിക്കുക. സാറേ, ഇപ്പം 21 വീഡിയോ ഓൺ ചോദിക്കാനുള്ള കുട്ടികൾക്ക് എങ്ങനെ ക്ലിയർ ആവുന്നില്ല? മോനാണെന്ന് പറയാ. മൈക്ക് ഓൺ ചെയ്യും. 21 തിരിച്ചിട്ടപ്പോഴാണല്ലോ 12 കിട്ടിയത്. അപ്പം
ഇപ്പൊ അതിന്റെ അവിടെ 23 തിരിച്ചിട്ട് 3 പൂജ്യം ഇട്ട് കൊടുത്താ മതിയോ? ഞാൻ പറഞ്ഞത് ഒന്നിൽ അവസാനിക്കുന്ന 11 21 ഒന്നിൽ അവസാനിക്കുന്ന 11 21 31 ഇപ്പൊ ചെയ്തു നോക്കിയിട്ട് ഇത് ബാധകമാക്കിയത്. 23 33 അങ്ങനെ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചെയ്ത് നോക്കി കണ്ടുപിടിച്ചാൽ മതി. ഞാനത് എടുക്കുന്നതും ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ചെയ്തത് മാത്രമാണ്. എല്ലാത്തിനും അത് ബാധകമല്ല. നിങ്ങൾ ചെയ്യേണ്ടതായ ആദ്യത്തെ 2 മാർഗം തന്നെയാണ് ഉത്തമം. അവസാന നമ്പറും ആദ്യത്തെ നമ്പറും കണ്ടുപിടിച്ച് കൂട്ടിയിട്ട് പകുതി കൊണ്ട് ഗുണിച്ചാൽ മതി. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യെസ്. അത് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സമയമില്ല, അതുകൊണ്ടാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാം. ശരി, കുറെ ചോദ്യങ്ങളുണ്ട് കുട്ടികൾ തന്നത്. എല്ലാം ചെയ്യാൻ എനിക്ക് സമയമില്ല. മാത്രമല്ല, വേറൊരു സന്തോഷ വാർത്ത, NMOS USS കുട്ടികൾക്കുള്ള മോഡൽ ചോദ്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങളുടെ സ്കൂളിലേക്കുള്ള നിങ്ങൾ എഴുതുന്ന കോപ്പുകൾ താമസിയാതെ സ്കൂളിലെത്തും. അതേസമയത്ത് ഞാൻ സ്കൂളിൽ ഇല്ലാത്ത കുട്ടികള്, ഞാൻ എവിടെയാണോ ക്ലാസ് എടുക്കാറുണ്ട് ആ കുട്ടികളിൽ ഉണ്ടാവും. അവർക്ക് ആ ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് എന്നെ നേരിട്ട് വിളിക്കാം, അല്ലെങ്കിൽ അവരുടെ ടീച്ചേഴ്സിനെ വിളിക്കാം. നിങ്ങൾക്ക് ആ മോഡൽ ക്വസ്റ്റ്യൻസ് NMOS-ലാണെങ്കിൽ 12 പേജോടുണ്ട് മാത്സിന്, 8 പേജ് സാറ്റും മാറ്റുണ്ട്. സാറ്റ് ഇംഗ്ലീഷ് മീഡിയം വേറെ, മലയാളം മീഡിയം വേറെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഞാൻ സ്കൂളുകളിൽ വന്ന് ക്ലാസ് എടുക്കുന്ന സ്കൂളുകളിൽ അത് നേരിട്ട് അവിടെ എത്തും കുട്ടികളുടെ എണ്ണത്തിനനുസരിച്ച്. അല്ലാത്ത കുട്ടികൾ ഈ ഗ്രൂപ്പിൽ ഉണ്ടെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസ് അവർ വീട്ടിലേക്ക് അയച്ചു കൊടുക്കും. അത് OMR ഷീറ്റോട് കൂടിയാണ്. NMOS-ലാണ് ഇപ്പൊ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ താല്പര്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ വിളിക്കുക. ചെയ്യേണ്ട ഇത്ര മാത്രം, അവിടെ നോക്കിയിട്ട് സ്വന്തമായിട്ട് 1.5 മണിക്കൂർ കൊണ്ട് മാറ്റും 1.5 മണിക്കൂർ കൊണ്ട് സാറ്റും തയ്യാറാക്കി റെഡിയാക്കിയ ശേഷം അത് രക്ഷിതാക്കളെ തിരിച്ചേൽപ്പിക്കുമ്പോൾ അതിന്റെ ആൻസർ കീ ആ രക്ഷിതാക്കളുടെ ഫോണിലേക്ക് വരും. അതേസമയത്ത് സ്കൂളിൽ നേരത്തെ വരുന്നതിൽ ഇത് ബാധകമല്ല, പ്രശ്നമൊന്നുമില്ല. യെസ്. ഫെർമിൻ ജോസേ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ മകനെ? സാറേ, ഇപ്പൊ പറഞ്ഞ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അത് NMOS-ന് മാത്രമേ ഉള്ളൂ? ഇപ്പൊ NMOS-ക്കാളും USS-ന് പിന്നീട് തരും. ഈ ആഴ്ച NMOS-ക്ക് ബുധനാഴ്ചയുടെ ഉള്ളിൽ ഇന്നിപ്പം ക്വസ്റ്റ്യൻ തയ്യാറായിട്ടുണ്ട്. ക്വസ്റ്റ്യന് ആരോ മൈക്ക് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, മൈക്ക് മ്യൂട്ട് ചെയ്യണം. സ്കൂളിൽ ഇപ്പൊ തിരുവോര സ്കൂളിൽ ആ ക്വസ്റ്റ്യൻ എത്തിക്കോളും, കാരണം അവിടെ നേരത്തെ ക്ലാസ് എടുക്കുന്നതാണ്. അതുപോലെ മണ്ണൂർ കോളേജിൽ എത്തിക്കോളും. പിന്നെ വയനാടിലെ മാനന്തവാടിയും അതുപോലെ പയ്യമ്പള്ളിയൊക്കെ നേരിട്ട് അവിടെ എത്തിക്കോളും. ഞാൻ എവിടെയാണോ വന്ന് ക്ലാസ് എടുക്കുന്നത് അവിടെ എത്തിക്കോളും. ഞാൻ വന്ന് ക്ലാസ് എടുക്കാത്ത, ഞാൻ നേരിട്ട് കാണാത്ത കുട്ടികളൊക്കെ ഇതിലുണ്ട്. ആ കുട്ടികൾക്ക് ഞാനത് കൊറിയറായിട്ട് അയച്ചു തരും. അപ്പോൾ നിങ്ങളുടെ രക്ഷിതാക്കളോട് തന്നെ നേരിട്ട് വിളിക്കാൻ പറഞ്ഞാൽ അവരുടെ അഡ്രസ്സിലേക്ക് ഈ ക്വസ്റ്റ്യൻ ഞാൻ അയച്ചു തരാം. നിങ്ങൾക്ക് രക്ഷിതാക്കളുടെ സ്ഥാനത്തിൽ തന്നെ അവിടുന്ന് ചെയ്യാൻ പറ്റും. അത് പ്രാക്ടീസ് ചെയ്ത് നല്ലതാണ്. 3 പ്രാവശ്യമാണ് ഇവിടെ ചോദ്യങ്ങൾ നമ്മൾ നടത്തുക. അങ്ങനെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കുറെ എളുപ്പം കിട്ടുമെന്ന് അവർ പറയുകയാണ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ചോദ്യം ശ്രദ്ധിച്ചോളൂ. 3:40 പ്ലസ് 3:41 പ്ലസ് 3:42 പ്ലസ് 3:43 പ്ലസ് 3 ആരാത്? കേൾക്കുന്നില്ലേ ദേവപ്രിയ ഞാൻ പറയുന്നത്? പിന്നെന്താ അതിനടുത്ത് വേറെ സാറേ സാറെന്ന് വിളിക്കുന്നവർക്ക് തിരിയുന്നില്ലേ? 3:44. ഈ സംഖ്യയെ ഇതിലേത് സംഖ്യ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ, ഈ സംഖ്യയെ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഏത് സംഖ്യ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം? 11 ആണോ
13 17 5 Which of the following number is exactly divisible by എന്നാണ് ഇത് വരിക. Which of the following number is exactly divisible by 340 341 42 47 ഇങ്ങനെ. അപ്പം ഇതിന്റെ മാർഗം പറഞ്ഞുതരാം. ഇതിങ്ങനൊരു ചോദ്യം പരീക്ഷയ്ക്ക് ഉണ്ടാവും. ഇതില് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യ, ഈ വലിയ സംഖ്യ, ഇതൊരു വലിയ സംഖ്യ എന്ന കാര്യം നിങ്ങൾ സംശയമില്ലല്ലോ. 340 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 എന്ന സംഖ്യ 40 പ്രാവശ്യം ഇങ്ങനെ എഴുതി കുടിക്കലല്ലേ? എവിടെ സാധിക്കും നമുക്ക്? അതുകൊണ്ട് തന്നെ 340 എന്ന സംഖ്യ അത് ചെയ്തതിനു ശേഷം 41 കിട്ടി. ഇതെല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്ന വലിയ സംഖ്യയെ ഇതിലേത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലാണ്, ഏത് സംഖ്യ കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും? Which of the following is exactly divisible by this എന്നാണ്. അതിന് നിങ്ങൾക്ക് ഒരു എളുപ്പമാർഗം ഞാൻ പറയാം. എന്താണ് മാർഗം എന്ന് പറഞ്ഞാൽ, ഇതില് ഈ തന്നതിൽ ഏറ്റവും ചെറുത് 340 ഇതിനെ മൊത്തത്തിൽ 340 കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്യാം. എല്ലാവരും ഡിവൈഡ് ചെയ്യണേ, ഒരാൾ മാത്രം പോരാ. ആ 340 കിട്ടി. കോമൺ ആയിട്ട് കിട്ടുക 340. അപ്പം ഫെർമിൻ ജോസ് ഈ 340നെ 340 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? 1 മൈക്ക് മ്യൂട്ട് ചെയ്തോളെ, ബാക്കിയുള്ളത് 1 1 പ്ലസ് 0 എന്നല്ല. ഭിന്നസംഖ്യയില് അംശവും ഛേദവും തുല്യമാണെങ്കിൽ അതിന്റെ ആൻസർ 1 ആണെന്ന് നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാ 0 ആവുക? 340 ഡിവൈഡഡ് ബൈ 340 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഇനി മുഹമ്മദ് അഫ്നാസ് 341 നിന്ന് 340 ഡിവൈഡ് ചെയ്താൽ എത്രയാണ്? അത് 341 കുറയ്ക്കണം 40 ആണ്. 40 കുറച്ചാൽ എത്രയാണ്? 3. അപ്പൊ രണ്ടാമത്തെ 3:1 എന്ന് കിട്ടി. ഇനി മൂന്നാമത്തെ നോക്കോടെ, 342 കുറയ്ക്കണം 340ന്റെ ഉത്തരം എത്രയായിരിക്കും? 2 എന്ന് പറഞ്ഞാൽ പോരാ, 3:2 എന്ന് തന്നെ പറയണം ദേവപ്രിയ. ഇനി മൈക്ക് വോയിസ് കട്ടായി. വോയിസ് കട്ടാക്കല്ല മോളെ. 3:43 3:40 വോയിസ് കട്ട് ചെയ്യാണ്ട് പറ മോളെ. 3:3 ആകുന്നു. ശരിയാണ്. 3:44 40 കുറച്ചാലോ? 3:4 കണ്ടോ? ഇതാണ് നമ്മൾ ഉത്തരത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്നേരം ഉണ്ടാകുന്ന ഒരു സന്തോഷം. 1 കൂട്ടണം 1 3 കൂട്ടണം 3:2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9. 3:3 ആണത്. 3:3 എന്ന് പറഞ്ഞാലോ 27 കണ്ട. ഇനി 3:4 എന്ന് പറഞ്ഞാലോ 27 3 കൊണ്ട് കുളിച്ചാൽ കിട്ടുമല്ലോ ഒരു സംഖ്യ. ആർക്കറിയാം പോട്ടെ, എന്താ ചെയ്യുക? 81 മോളെ. 81. ഇനി എല്ലാവരോടും ഞാൻ ചോദിക്കട്ടെ, 1 3 9 27 81 മൊത്തം കൂട്ടിയാൽ എത്ര? 121. പക്ഷേ 121 എന്ന സംഖ്യ ഓപ്ഷൻ ഇല്ലല്ലോ. 121 എന്ന സംഖ്യ ഓപ്ഷൻ ഇല്ലെങ്കിൽ പേടിക്കണ്ട. 121ന്റെ കൊച്ചു മകൻ ഇവിടെ ഉണ്ട്. ആരാ 121ന്റെ കൊച്ചു മകൻ? 11. അത് എന്തുകൊണ്ടാണ് 121ന്റെ മകനാണ് ഞാൻ പറയാൻ കാരണം? റൂട്ടാണ്.
101 11 കുറിച്ചാൽ 101 കിട്ടും. ഇത് നല്ല ചോദ്യമാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. സ്ഥിരം പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളായിരിക്കാം. അങ്ങനെ ചോദ്യങ്ങൾ ഞാൻ പരിചയപ്പെടുത്തി. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇല്ലാത്തവർക്ക് മാത്രം മനസ്സിലായിട്ടില്ല എന്ന് പറയാം. മനസ്സിലായവർ മനസ്സിലായിട്ട് പറയണ്ട. മനസ്സിലായിട്ടില്ലേ? സാറേ 11 ഇതിന്റെ ചെറുമകൻ വന്നത് 11ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ടാ. അത് ചെറുമകനുള്ള തമാശക്ക് പറയണ്ട. ഈ ഒരു കാര്യം കിട്ടും. അതേ ഞാൻ പറഞ്ഞേ. 121 പറഞ്ഞു ജോസേ, എടാ നീ ഒന്ന് മൈക്ക് ഓൺ ചെയ്യടാ. പറഞ്ഞു ജോസേ, കേൾക്കുന്നുണ്ടാ? കേൾക്കാം സാർ. കേൾക്ക. വീഡിയോ ഓൺ ചെയ്ത് 101 എങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിക്കുന്നത് എന്തായാലും പറഞ്ഞു കൊടുക്കുവാനെ. അദ്ദേഹം എന്തിപ്പോ പറയൂ, എല്ലാം പറഞ്ഞു ജോസ് ഇപ്പൊ പറയും. ഒന്ന് പറഞ്ഞു കൊടുക്കും മോനെ, 101 എങ്ങനെയാ കിട്ടിയത്? നമ്മുടെ ക്വസ്റ്റ്യൻ 340 പ്ലസ് 341 പ്ലസ് 342 പ്ലസ് 343 പ്ലസ് 344 എന്നതിന് എക്സാക്ട്ലി ഡിവിസിബിൾ ആയ സംഖ്യ ഓപ്ഷനിൽ നിന്ന് ഏതാണെന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം 3 ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നവയെ 340 എന്ന സംഖ്യ കൊണ്ട് ഹരിക്കുന്നു. അപ്പോൾ നമുക്ക് 1 3:1 3:2 3:3 3:4 എന്ന യഥാക്രമം നമുക്ക് ലഭിക്കും. അതിനെ നമ്മൾ സംഖ്യാരൂപത്തിലോട്ട് മാറ്റുമ്പോൾ, എണ്ണൽ സംഖ്യാരൂപത്തിലോട്ട് മാറ്റുമ്പോൾ 1 + 3 + 9 + 27 + 81 എന്ന് ലഭിക്കും. ഈ 1+ മൈക്കിന്റെ അതിന്റെ മൈക്കിന്റെ ദിവസം, അതായത് ഈ 1 എങ്ങനെ കിട്ടിയെന്നും 3 എങ്ങനെ കിട്ടിയെന്നും 3:2 എങ്ങനെ കിട്ടിയും എന്നാണ് കുട്ടികളുടെ സംശയം. പറഞ്ഞു ജോസ്. നമ്മൾ 3:40 കൊണ്ട് ഹരിച്ചപ്പോ ആദ്യം പഠിച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് n/m ഡിവൈഡഡ് ബൈ n ഈക്വൽ ടു m - n എന്നാണല്ലോ. അത് ഞാൻ ഒന്ന് വ്യക്തമാക്കി കൊടുക്കാം. ആ കുട്ടികൾക്ക് അത് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ഞാൻ വേറൊന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങളെ നിങ്ങളോട് പറയാൻ പോലെ 2/5 നിന്ന് ഡിവൈഡഡ് ബൈ 2/3 എത്ര? മറുപടി അത് 2/5 കുറക്കണം 3 ആയ 5 കുറക്കണം 3 ആയ 2/2 ആയിരിക്കും. എന്നാൽ 4 ആയിരിക്കും. ഇതെങ്ങനെയാ കിട്ടുന്നത് നോക്കിക്കോളൂ. 2/5 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, 2 × 2 × 2 × 2 × 2 ആണ്. താഴെയുള്ള 2/3 എന്ന് പറഞ്ഞാൽ 2 × 2 × 2 ആണ്. ഇനി ഈ 3 2 മേലെ ഉള്ളതങ്ങ് വെട്ടിക്കളിയാൽ, 3 2 താഴെ ഉള്ളതങ്ങ് വെട്ടിക്കളഞ്ഞാൽ ഇതിന്റെ ഉത്തരം 2 × 2 ആയ 4 കിട്ടുന്നു. അതിന്റെ എളുപ്പമാർഗത്തിലേക്കാണ് നമ്മൾ എന്ത് ചെയ്തത്? 2/5 ഡിവൈഡഡ് ബൈ 2/3 കൃത്യക നിയമം നമ്മൾ ഉപയോഗിക്കുന്നു. അത് a/m ബൈ a/n സമം a/m കുറയ്ക്കണം n എന്ന കൃത്യക നിയമം ഉപയോഗിച്ചുകൊണ്ട് 5-ൽ നിന്ന് 3 അങ്ങോട്ട് മൈനസ് ചെയ്താൽ കിട്ടുന്ന 2 എഴുതുന്നു. എന്താ പ്രശ്നം? യെസ്, ഫർമിൻ ജോസ് കണ്ടിന്യൂ. എന്നിട്ട് നമുക്ക് കിട്ടിയ വാല്യൂകൾ, അതായത് 1 + 3:1 + 3:2 + 3:3 + 3:4 എന്നീ വാല്യൂകള് നമ്മള് എണ്ണൽ സംഖ്യാ രൂപത്തിലോട്ട് മാറ്റുന്നു. അപ്പോൾ നമുക്ക് 1 + 3 + 9 + 27 + 81 എന്നാകും. അത് നമുക്ക് കൂട്ടുമ്പോൾ 121 കിട്ടും. 121 ഓപ്ഷനിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ അതിന്റെ ഫാക്ടേഴ്സ് എടുക്കും. അപ്പൊ 11 കിട്ടും. അപ്പൊ 11 ഓപ്ഷനിലുണ്ട്. 11 നമ്മുടെ ഉത്തരം. 11 നമ്മുടെ ഉത്തരം. ഇതാ വരുന്ന അടുത്ത പ്രശ്നമുള്ള ചോദ്യം. പ്രശ്നമൊന്നുമില്ലേ? നിങ്ങളത് പ്രശ്നമാക്കിയിട്ട സ്ക്വയർ റൂട്ട് ഓഫ് 3n = 729 ആയാൽ
n-ന്റെ വില എത്ര? ഇനി ഒരു റൂട്ട് തന്നിട്ട് റൂട്ടിനെ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അതിനെ സ്ക്വയർ ചെയ്തതല്ല. ഉദാഹരണത്തിന് റൂട്ട് ഓഫ് 9 9ആയിട്ട് എനിക്ക് കിട്ടണമെങ്കിൽ വെറും 9 ആക്കണമെങ്കിൽ ഒരു മാർഗം ഇതാണ്, ഇതിനെ സ്ക്വയർ ചെയ്യുക. റൂട്ട് ഓഫ് 9നെ സ്ക്വയർ ചെയ്താൽ എന്താ സംഭവിക്കുന്നത് വയ്ക്കും? റൂട്ട് 9 എന്ന് പറഞ്ഞാൽ 3 നിങ്ങൾക്കറിയാം. അത് 3ന്റെ സ്ക്വയർ ആയി 9നെ കിട്ടുന്നു. അപ്പൊ നമുക്ക് ഈ റൂട്ട് ഇവിടുത്തെ ഒഴിവാക്കാനുള്ള ഒരു മാർഗം ഈ സംഭവം 3n-നെ റൂട്ട് ഓഫ് 3n-നെ മൊത്തത്തിൽ അങ്ങ് സ്ക്വയർ ചെയ്യാം. അപ്പൊ അത് 3n ആയിട്ട് മാറും. ഇനി ഇവിടെ സ്ക്വയർ ചെയ്താൽ സമചിഹ്നത്തിന്റെ ഇപ്പോഴുള്ള ആളെ സ്ക്വയർ ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 729 സ്ക്വയർ എന്നാണ് എഴുതി വെക്കും. ഇനി അടുത്ത ജോലി 3n എന്ന് എഴുതിയിട്ട് ഈ 729 3യുടെ ഭാഗം തന്നെയാണ്. 3 ആണ് 729. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ 3 എന്ന സംഖ്യ 6 തവണ എഴുതി കുടിച്ചു ഞങ്ങൾക്ക് പ്രശ്നം ചെയ്യും. എന്നിട്ട് 729 പകരം 3 എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഈ 2നെ ബ്രാക്കറ്റിന്റെ പുറത്തേക്ക് കൊണ്ടുവരും. അപ്പൊ ഏകദേശം ഉത്തരം കഴിഞ്ഞു. 3n ഈസ് ഈക്വൽ ടു 3/6 ആയ 12 കിട്ടും. 3 3 ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ n ഈസ് ഈക്വൽ ടു 12 എന്ന് ലഭിക്കുകയും ചെയ്യും. The product of 4 prime number is 1870. What is the product of the largest 2 prime numbers? Priya, ചോദ്യം വായിച്ചു. The product of 4 prime number is 1870. What is the product of the largest 2 prime numbers? ശ്രദ്ധിക്കുക, ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പം ഇത് ഞാൻ ഈ വീഡിയോ തരും. അതിനുശേഷം നിങ്ങൾക്ക് യൂട്യൂബിൽ ഈ വീഡിയോ കിട്ടും. നിങ്ങളുടെ ആൻസർ അറിയിക്കേണ്ടത് യൂട്യൂബിൽ കമന്റ് ചെയ്തിട്ടാണ്. അപ്പോൾ അതില് കമന്റ് ചെയ്യാൻ തയ്യാറായിക്കോളൂ. അപ്പോൾ ഇവിടെ പ്രൊഡക്റ്റ് ഓഫ് 4 പ്രൈം നമ്പർ ഈസ് 1870. 4 അഭാജ്യസംഖ്യകളുടെ ഗുണനഫലം 4 അഭാജ്യസംഖ്യകളുടെ ഗുണനഫലം ഗൂഫ എന്ന് ഞാൻ ചുരുക്കിയതാണ്. ഗൂഫ 1870. 4 തമ്മിൽ ഗുണിച്ചാലും കിട്ടുന്നത് 1770 പോലും. എങ്കിൽ വലുത് 2 ഗുണിച്ചാൽ എത്ര കിട്ടുമെന്നാണ് ചോദ്യം. ഇതിന്റെ കൂടെ ഒരു ചോദ്യം കൂടി ഞാൻ എക്സ്ട്രാ തരികയാണ്. അതിൽ ലാർജസ്റ്റ് ഏതുമായിരിക്കും? ആ 4 വലുത് ഏതായിരിക്കും? നിങ്ങൾക്ക് ഇന്നത്തെ ചോദ്യമാണ്, കണ്ടുപിടിച്ചോളൂ. ഇതാ വരുന്നു അടുത്ത ഒരു ചോദ്യം കൂടി. രണ്ടാമത്തെ അടുത്ത ചോദ്യം കൂടി പിടിച്ചോളൂ. അടുത്ത ചോദ്യം ഇതാണ്. half of 8/8. 8/8ന്റെ പകുതി എത്ര? What is the half of 8/8 എന്നാണ്. 8/8ന്റെ പകുതി എത്ര? ആ 2 ചോദ്യങ്ങളും മുഹമ്മദ് അഫ്നാസ് ഒന്ന് വായിക്കും. കോഹോസ്റ്റായ ഏതെങ്കിലും കുട്ടിയെന്ന് വായിച്ചു 2 ചോദ്യം. പോയോ? ചോദ്യം വായിച്ചു കൊടുക്കോളെ. The product of 4 prime number is 1870. What is the product of the largest 2 prime numbers? ഓക്കെ, മലയാളം എന്താണ്? 4 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 1870 ആണെങ്കിൽ അതിൽ വലിയ 2 ഗുണനഫലം എത്ര? കൂട്ടത്തിൽ ഒരു ചോദ്യം ഇവിടെ ഉണ്ട്. അതിൽ വലിയ സംഖ്യ ഏത് എന്നുള്ള ചോദ്യമുണ്ട്, അല്ലേ?
യെസ്. രണ്ടാമത്തെ ചോദ്യം വായിക്കുമ്പോൾ half of 8 raised to 8. 8 raised to 8 പകുതി എത്ര? ഈ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കമന്റ് ചെയ്യാൻ തയ്യാറായിക്കോളൂ. യൂട്യൂബിൽ ക്ലാസ് ഇന്ന് തന്നെ വരും. അപ്പൊ നിങ്ങൾ സ്കൂൾ വിട്ട് വന്നിട്ട് ആയിരിക്കും ചിലപ്പോൾ കാണുക. അപ്പൊ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ക്ലാസ്സിൽ നിങ്ങൾക്ക് തിങ്കളാഴ്ചയ്ക്ക് ശേഷമേ ഉണ്ടാവുകയെന്ന് നിങ്ങൾ അറിയിക്കുകയാണ്. അതിനിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ ഗ്രൂപ്പിലൂടെ അയച്ചു തരും. ഒന്നുകൂടി പറയുന്നു, മോഡൽ ക്വസ്റ്റ്യൻ ആവശ്യമുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഇന്ന് തന്നെ വിളിക്കാം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വീട്ടിലേക്ക് അയച്ചു തരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും വിജയം നേരുന്നു.